ഹായ് ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഇയർബഡ്സ് ആണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നൊരു ഇയർബഡ്സ് ആണ്. ഇത് വന്നിട്ട് ഇതിൻ്റെ പേര് CMF നത്തിങ്. സോ ബഡ്സ് 2+ എന്നാണ് ഈ പ്രൊഡക്റ്റിൻ്റെ പേര്. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ച് നാളായി, 3-4 months എന്തായാലും ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഫോൺ മാറിയതാണ്. ആപ്പിളിൽ നിന്നാണ് ഞാൻ ആൻഡ്രോയിഡിലേക്ക് വന്നത്. അപ്പോൾ എയർപോഡ്സിൻ്റെ സപ്പോർട്ട് ഭയങ്കര പ്രശ്നമാണ്. അതായത് കണക്ടിവിറ്റി ഇഷ്യൂ, ബാറ്ററി ഇൻഫോർമേഷനോ കാര്യങ്ങളോ ഒന്നും കാണിക്കില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് ഞാൻ ഒരു സാധാരണ ഇയർബഡ്സിലേക്ക് മാറാം എന്ന് വിചാരിച്ചത്. പിന്നെ ആ എയർപോഡ്സിൻ്റെ ക്വാളിറ്റി എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നിയില്ല. എയർപോഡ്സ് പ്രോ ആയിരുന്നു എൻ്റെ അടുത്തുണ്ടായിരുന്നത്, ഫസ്റ്റ് ജനറേഷൻ. വാങ്ങിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 18,000 വരെ അടുത്ത് വിലയുണ്ട്. പിന്നെ ഈ ബഡ്സ് വാങ്ങിച്ച പിന്നെ ഞാൻ എൻ്റെ എയർപോഡ്സ് എൻ്റെ ബ്രദറിന് ഞാൻ കൊടുത്തു. അത്രയ്ക്ക് അടിപൊളി സാധനമാണിത്. ഞാൻ വളരെയധികം റെക്കമെൻഡ് ചെയ്യുന്നൊരു ഇയർബഡ്സ് ആണിത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റി നല്ലതാണ്. 2,500 രൂപയേ ആയിട്ടുള്ളൂ. ആൻഡ് LDAC സപ്പോർട്ടുണ്ട്, എഴുതിയിട്ടുണ്ട് LDAC ഉണ്ടെന്ന്. പക്ഷേ LDAC ഐഫോൺസിലില്ല, ആൻഡ്രോയിഡിൽ മാത്രമേ ഉള്ളൂ. അപ്പം LDAC സപ്പോർട്ട് വരുന്നുണ്ട്. ബാറ്ററി ലൈഫ് 1 week കിട്ടുന്നുണ്ട്. ആപ്പിളിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം ഡേ ടു ഡേ ചാർജ് ചെയ്യേണ്ട ഒരു പ്രൊഡക്ട്സാണ് അവരുടെ എല്ലാം. ഈവൻ വാച്ച് ഉണ്ടായിരുന്നു, എനിക്ക് ഫുൾ എക്കോസിസ്റ്റത്തിലായിരുന്നു. ഞാൻ ഒരു സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ റിയലൈസ് ചെയ്യാൻ തുടങ്ങി ഡേ ടു ഡേ ചാർജ് ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഈ ഒരു ഇയർബഡ്സ് 7 days ചാർജ് ഹോൾഡ് ചെയ്യും. നിങ്ങളൊരു 1 hour ഒക്കെയാണ് മ്യൂസിക് കേൾക്കുക, അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് കേൾക്കുക, അല്ലെങ്കിൽ റീൽസ് നോക്കുക ഒക്കെയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് പ്രൊഡക്റ്റാണ്. ഇതിപ്പോൾ ഞാൻ കേസ് ഇട്ടേക്കുന്നതാണ്. ഇത് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ്. അപ്പോൾ പ്ലാസ്റ്റിക് ബോഡിയിൽ ഞാനിതാ ഇങ്ങനെയാണ്. ഇതിൻ്റെ ഈ ഒരു ഇവിടെയായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ടച്ച് ചെയ്യാനുള്ള ആ സർക്കിളിൻ്റെ ആ സിമ്പിളിൻ്റെ അവിടെയാണ് ടച്ച് ചെയ്യുന്ന ഇതുള്ളത്. ഓൾസോ ചാർജ് ചെയ്യുമ്പം നമ്മുടെ ചാർജിങ്ങിൻ്റെ പിന്നെ ഇതിൻ്റെ അകത്തായിട്ടാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫിറ്റും സീലും ഒക്കെ അടിപൊളിയാട്ടോ. ഞാൻ ഈ പ്രൊഡക്റ്റ് 4 മാസം അല്ലെങ്കിൽ 3 മാസം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അത്ര യൂസ്ഫുള്ളാണെന്ന് എനിക്ക് തോന്നിയുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇതിനകത്ത് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് മെയിൻലി ഭയങ്കര ക്വാളിറ്റി എന്ന് പറയുന്നതല്ല ഞാൻ പറയുന്നത്. എയർപോഡ്സിന് ക്വാളിറ്റി ഉണ്ടായിരുന്നു, പക്ഷേ അതൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഇതിന് ആ ഒരു ലിമിറ്റേഷൻ ഇല്ല. ഇതിന് LDAC സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കൂടിയ ബിറ്റ് റേറ്റിൽ നമുക്ക് ഇതിനകത്ത് പാട്ട് കേൾക്കാം. മറ്റേത് ആപ്പിളിൻ്റെ ഫോർമാറ്റിൽ ലോസ്ലെസ് ആണ്. പക്ഷെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്, പ്ലേ ബാക്കിന് ഉപയോഗിക്കുന്നത് ആപ്പിൾ മ്യൂസിക്കാണ്. അതുകൊണ്ട് ആപ്പിൾ ഒഴികെ ബാക്കി എല്ലാ ഇയർബഡ്സിൻ്റെയും സ്പേഷ്യൽ ഓഡിയോ ഭയങ്കര മോശമാണ് ഞാൻ കേട്ടത് വെച്ചിട്ട്. ഈവൻ ബോസിൻ്റെ ആണെങ്കിലും ഇമോഷനൊന്നും അത്രയും സുഖമില്ല, ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഈ ബഡ്സിൻ്റെ ആണെങ്കിൽ സ്പേഷ്യൽ ഓഡിയോ കുഴപ്പമില്ല. ഞാൻ സ്പേഷ്യൽ ഓഡിയോ വെച്ച് കേൾക്കാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാര്യം സ്പേഷ്യൽ ഓഡിയോ ബാക്കിയുള്ള പ്രൊഡക്ട്സൊക്കെ എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നിയില്ല. പിന്നെ അതൊരു ഗിമിക്കും കൂടെയാണ്. ഇവിടെ ഒരു നോബ് പോലൊരു സാധനമുണ്ട്, കാണാൻ പറ്റുമായിരിക്കും. സോ ആ നോബ് പോലത്തെ സംഭവം ആക്ച്വലി ഒന്നും നടക്കത്തില്ല. ഇത് വെറുതെ ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുക. ഇതിൽ 2 ഹോള് കാണാം. ആ ലൂപ്പ് നിങ്ങൾക്ക് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ട് കയ്യിൽ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് നടക്കാം. കേസ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാൽ ലിങ്ക് ചെയ്യാൻ വേണ്ടി താഴെ കൊടുക്കുക. കേസ് ഇട്ട് ഉപയോഗിച്ച് ശീലമായിപ്പോയി. ആപ്പിൾ പ്രൊഡക്ട്സ് എല്ലാം മേടിച്ച് ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ട് ഉപയോഗിക്കുന്നതാണ്. ഇതൊരു പ്ലാസ്റ്റിക് ബോഡിയാണ്. നിങ്ങൾക്കത് സ്ക്രാച്ചൊന്നും ഇല്ലാതെ കൊണ്ട് നടക്കണം എന്നുണ്ടെങ്കിൽ മാത്രം കേസൊക്കെ വാങ്ങിച്ചിട്ടാൽ മതി. പിന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ, സൗണ്ട് ക്വാളിറ്റി ഇസ് റിയലി ഗുഡ്. ബേസും മിഡും അത്യാവശ്യം നന്നായിട്ട് കേൾക്കാം. മിഡ് ഇച്ചിരി താഴെയാണ്. ബേസ് എല്ലാ കണ്ടീഷനിലും ക്ലിയറാണ്. അതായത് ANC ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. കാര്യം ബേസിൻ്റെ ആ ഫ്രീക്വൻസിയിലൊന്നും തന്നെ ഒരു നോയ്സും ഇല്ല. എല്ലാം തന്നെ ക്യാൻസൽ ചെയ്യുന്നുണ്ട് നന്നായിട്ട്. ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ക്യാബിൽ വെച്ച് കേട്ട് നോക്കി, വിത്ത് വിൻഡോസ് ക്ലോസ് ചെയ്ത് കേട്ടു. വിൻഡോസ് ക്ലോസ് ചെയ്ത് കേൾക്കുമ്പോൾ കുറച്ചും കൂടെ സീലുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി വണ്ടിയുടെ അകത്ത് ഇരിക്കുന്നതുകൊണ്ട് കുറേ കൂടെ സൗണ്ട് കുറയും. അങ്ങനെ കേൾക്കുമ്പോൾ കുറേ കൂടെ ഒരു കൺട്രോൾഡ് എൻവയോൺമെൻറ്റിൽ നല്ല സൈലൻ്റായിട്ട് കേൾക്കുന്ന പോലെ നമുക്ക് തോന്നും. അല്ലാത്ത കണ്ടീഷനിലെല്ലാം കുറച്ച് ഗിവ് അവേസ് ഉണ്ട് ഇതിനകത്ത്. അത് പക്ഷേ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. കാര്യം ഇത്രയും 2,500 രൂപയുടെ ഹെഡ്ഫോണിൻ്റെ അകത്ത് ഇത്ര അടിപൊളിയായിട്ടുള്ളൊരു ടെക്നോളജി കൊണ്ടുവന്നതിൽ ഞാൻ ഇപ്പോഴും അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറേ ആൾക്കാർ ഇത് റിവ്യൂ ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഭയങ്കര ഹൈപ്പ് ചെയ്യുന്നതായിരിക്കും എന്നുള്ള രീതിയിൽ ഞാനും വിചാരിച്ചത്. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് അടിപൊളിയാണ്. ഞാനിതിൻ്റെ ANC പറ്റി എടുത്തു പറയുകയാണ്. കാര്യം ANC ഞാൻ വേറെ ഈ റേഞ്ചിലുള്ള ഹെഡ്ഫോൺ അല്ലെങ്കിൽ ഇയർഫോൺസ് കേട്ടിട്ടുണ്ട്. ആങ്കറിൻ്റെ സൗണ്ട് കോർ സ്പേസ് 120i എന്ന് പറയുന്നൊരു മോഡൽ എയർപോഡ്സ് കമ്പയർ ചെയ്യുകയാണെങ്കിലും ഈ ഒരു ഡിവൈസിൻ്റെ ANC ടോപ്പ് നോച്ചാണ്. 50 dB വരെയാണ് ഇതിന് നോയ്സ് ക്യാൻസലേഷൻ ഉള്ളത്.
അപ്പോൾ 50 dB എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കണ്ടമാനം ഉണ്ട്, ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. അങ്ങനെയല്ല. ANC-യുടെ യൂസ് അങ്ങനെയല്ല. ANC എല്ലാവരും തെറ്റിദ്ധരിച്ച് വെച്ചേക്കാണ്. ANC-യുടെ യൂസ് എന്ന് പറയുന്നത് ജസ്റ്റ് നോയ്സ് മാത്രമേ ANC ചെയ്യുള്ളൂ, അതും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള നോയ്സ്. അല്ലാതെ ഒരിക്കലും അതൊരു നമ്മൾ അടുത്തിരിക്കുന്ന ആൾ സംസാരിക്കുന്നതോ അടുത്തോടെ വണ്ടി ഹോൺ അടിച്ചുകൊണ്ട് പോയാൽ അത് കേൾക്കാതിരിക്കുകയോ അതൊന്നുമില്ല. ഈ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരേപോലെ ഇങ്ങനെ ഹം ചെയ്യുന്ന എഞ്ചിൻ്റെ സൗണ്ട്, ഫാനിൻ്റെ സൗണ്ട്, വിൻഡിൻ്റെ സൗണ്ട്, ഇതൊക്കെയാണ് ഇതിന് ബ്ലോക്ക് ചെയ്യാൻ പറ്റുക. എയർപോഡ്സ് ഉപയോഗിച്ചപ്പോൾ വിൻഡ് നോയ്സ് ഭയങ്കരമായിട്ട് നോയ്സ് ക്യാൻസൽ ചെയ്യുമ്പോഴും ആ മൈക്കിൽ കൂടെ കയറി വരുമായിരുന്നു, വിൻഡിൻ്റെ ബ്ലോ കയറി വരുമായിരുന്നു. സോ ആ ഇഷ്യൂ ഇതിനകത്ത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ഗുണമാണ് എനിക്ക് ഇതിനകത്ത് തോന്നിയത്. ഇതിൻ്റെ ഫിറ്റും ഫീലും ഒക്കെ നല്ല സുഖമാണ്. ഇത് ഞാൻ ജിമ്മിൽ വെച്ച് ഉപയോഗിച്ച് നോക്കി. ജിമ്മിൽ കൊണ്ടുപോയി ഉപയോഗിച്ച സമയത്ത് എനിക്ക് അത്ര ഹാപ്പി ആയിട്ട് തോന്നിയില്ല. കാര്യം ജിമ്മിൽ നമ്മൾ സ്വെറ്റ് ആകുന്നുണ്ട്. സ്വെറ്റൊന്നും പ്രശ്നമില്ല ഒരു പരിധി വരെ. ഒത്തിരി നിങ്ങൾ ഇങ്ങനെ വെള്ളം കോരി ഒഴിക്കുന്ന പോലെ വേർക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കുറച്ചൊക്കെ ചെറിയ വേർപ്പൊക്കെ ഉള്ള അതൊക്കെയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ ജിമ്മിൽ ഉപയോഗിക്കുമ്പോൾ ജിമ്മിൽ ഓൾറെഡി ഒരു പാട്ട് വെച്ചിട്ടുണ്ടാവും അവർ. അത് നല്ല വോളിയത്തിലായിരിക്കും വെച്ചിരിക്കുന്നത്. അങ്ങനെ വെച്ചിരിക്കുന്ന ജിമ്മിലാണ് നിങ്ങൾ ഈ സാധനം കൊണ്ടുപോയിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്ന് നിങ്ങളുടെ ചെവിക്ക് അത് ചീത്തയാണ്. ഓൾറെഡി ഹൈ ആയിട്ടുള്ളൊരു വോളിയത്തിൻ്റെ മേളിലേക്കാണ് നിങ്ങളിത് ബ്ലാസ്റ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ചെവിയിൽ വെച്ചിട്ട്. അത് ഏറ്റവും ഡേഞ്ചറായിട്ടുള്ളൊരു സംഭവമാണ്. ഒരിക്കലും നിങ്ങളങ്ങനെ ചെയ്യരുത്. ഈ സ്വെറ്റാകുന്ന സമയത്ത് ഈ ചെവിയിൽ നിന്ന് ഇത് പയ്യെ ഊരിപ്പോരാൻ തുടങ്ങും ചെറുതായിട്ട്. നമുക്ക് അറിയാം ബാക്കിയുള്ള നോയ്സൊക്കെ നമ്മുടെ ചെവികളിലേക്ക് വന്നു തുടങ്ങും ആ സമയത്തേക്ക്. ഒരിക്കലും ജിമ്മിൽ പോവുകയാണെങ്കിൽ ഈ ഡിവൈസ് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ബിക്കോസ് ഇറ്റ്സ് 4.5 ഔട്ട് ഓഫ് 10 ഞാൻ കൊടുക്കുകയുള്ളൂ ഇതിന് റേറ്റിംഗ്. ജിം യൂസിനാണെങ്കിൽ തീരെ മോശമല്ല. നോയ്സൊക്കെ നന്നായിട്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ചെവിയിൽ കറക്റ്റായിട്ട് ഫിറ്റായിട്ടിരിക്കാത്തതുകൊണ്ട് ഞാനിത് റെക്കമെൻഡ് ചെയ്തില്ല. ഇതിൻ്റെ കേസ് ഈ ഒരു കേസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് സി ടൈപ്പാണ്. സി ടൈപ്പ് ഇത് കണക്ട് ചെയ്യുമ്പോഴേക്കും മിക്കവാറും അത് കറക്റ്റായിട്ട് ചാർജ് ആക്കാൻ പാടാണ്. അതായത് ഇങ്ങനെ ഫിറ്റായിട്ട് സി ടൈപ്പ് കയറിയിരിക്കാൻ പാടാണ്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഫിറ്റായിട്ട് സി ഇരിക്കില്ല. അങ്ങനെ ഇരിക്കുമ്പം ചിലപ്പോൾ ചാർജ് ആവില്ല. നമ്മൾ വിചാരിക്കും ചാർജ് ആക്കിയിട്ട് ഇട്ടേക്കുവാന്ന്. അപ്പോൾ ഇവിടെ ലൈറ്റുണ്ട്, ഈ ഒരു ഫ്രണ്ടിൽ ലൈറ്റുണ്ട്. അപ്പോൾ ആ ലൈറ്റ് അവിടെ ബ്ലിങ്ക് ചെയ്യും. റെഡ് ആണെങ്കിൽ ബാറ്ററി ചാർജ് കുറവാണെന്നാണ്. പക്ഷേ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു കേസിൽ നിന്ന് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ എനിക്കിതാ ഇവിടെ ഇത് കാണിക്കും. നിങ്ങൾക്കിവിടെ കാണാം എത്ര ശതമാനം കേസിന് ചാർജുണ്ട്, എത്ര ശതമാനം ഇയർബഡ്സിന് ചാർജുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്കിവിടെ കാണാം. എനിക്കൊരു പ്ലസ് പോയിൻ്റായിട്ട് തോന്നി. ഞാനിപ്പോൾ പിക്സൽ ഉപയോഗിക്കുമ്പോൾ എയർപോഡ്സ് ആയിട്ടുള്ള കോമ്പാക്റ്റബിലിറ്റി ഇല്ല. അതായിരുന്നു കാരണം. പിന്നെ ഇവരുടെ ഒരു ആപ്പ് ഉണ്ട് കേട്ടോ, നത്തിങ് എക്സ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ഞാനിതിപ്പം ചെവിയിലെടുത്ത് വെക്കാം. ചെവി വെക്കുമ്പോൾ തന്നെ ഒരു നോയ്സ് കേൾക്കാം, ഒരു സൗണ്ട് പ്ലേ ആവും. ഇതാണ് ആപ്പ്. ഇപ്പോൾ വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഈ ചെവി എടുത്ത് വെച്ചാൽ ഭയങ്കര സൈലൻ്റാണ്, നല്ല സൈലൻസാണ്. എൻ്റെ ചെവിക്ക് അത് കറക്റ്റ് ഫിറ്റായിട്ട് തോന്നി. നിങ്ങളുടെ ഈ ഇയർ പ്ലഗ്സിൻ്റെ ഫിറ്റ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ അത് മാറ്റേണ്ടി വരും. പിന്നെ അത് കേസ് ഇടുമ്പോൾ അത് ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കണം ചേഞ്ച് ചെയ്യുവാണെങ്കിൽ. അപ്പോൾ ഇതിൽ നോയ്സ് ക്യാൻസലേഷൻ 3 ഓപ്ഷനുണ്ട്. അതിൽ ഹൈ, ലോ, മിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ANC-യുടെ ഓപ്ഷൻസും. ഇപ്പോൾ ട്രാൻസ്പെറൻസി ചെയ്യാനിട്ടേക്കുവാണ്. ട്രാൻസ്പെറൻസി ഇസ് ഓക്കെ. പുറത്തൊക്കെ പോകുമ്പം ട്രാൻസ്പെറൻസി ഇട്ട് ഉപയോഗിക്കാം, കുഴപ്പമില്ല. തീരെ മോശമൊന്നും ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ സ്പേഷ്യൽ ഓഡിയോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇതിൻ്റെ ഫിക്സഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, പിന്നെ ഓഫുണ്ട്. ഇതിന് മറ്റേ മൂവ്മെൻ്റ് ഇല്ല. ഈ തല തിരിക്കുമ്പം അതിനനുസരിച്ച് സ്പേഷ്യൽ ഓഡിയോ മൂവ് ആവത്തില്ല. അൾട്രാ ബേസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ബേസ് ഹെവി ആയിട്ടുള്ളൊരു ഇയർബഡ്സാണ്. അൾട്രാ ബേസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ടോക്കിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടിലവെടി കേട്ടോ, കിടിലവെടി. നമ്മുടെ ഈ ലെവൽ 1 ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം പെർഫോമൻസ് ഉണ്ട്. നമുക്കറിയാം എന്തോ ഒരു ബൂസ്റ്റ് ഉണ്ടെന്നുള്ളത് ചെറുത്, പക്ഷെ അത്ര എവിഡൻ്റ് അല്ല. ഒരു ബ്ലെൻഡായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ലെവൽ 5 വരെ നമുക്ക് കാണാം. ഇപ്പോൾ ലെവൽ 5 വെച്ച് കഴിഞ്ഞാൽ ഒരു 3 തൊട്ട് 3ക്ക് മേളിലോട്ടാണെങ്കിൽ ഭയങ്കര എവിഡൻ്റ് ആണ്. അതായത് കിക്ക് അല്ലെങ്കിൽ ബേസ് ഭയങ്കരമായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കും. ഇങ്ങനെ മുഴക്കമായിട്ട് ഇങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കും. അതെനിക്ക് ഒത്തിരി നേരമൊന്നും ഇട്ട് കേൾക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒത്തിരി നോയ്സുള്ള ഒരു സറൗണ്ടിങ്ങിൽ നിങ്ങൾ ANC ഇട്ടിട്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്, എന്നാൽ ബേസ് കുറച്ചുകൂടെ കേൾക്കണം എന്നുള്ള സിറ്റുവേഷനിൽ ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. നോർമൽ കണ്ടീഷനിൽ എനിക്കിതുവരെ ഒരു ലെവൽ 1-നോ 2-നോ മേളിലേക്കൊന്നും പോകേണ്ടി വന്നിട്ടില്ല. പിന്നെ ഇതിൽ പേഴ്സണൽ സൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ സൗണ്ട് നമ്മൾ കേൾക്കുന്നത് പേഴ്സണലൈസ് ചെയ്യാം. അവർ കുറച്ച് ഫ്രീക്വൻസി കാണിക്കും. അതിൽ ഏത് ഫ്രീക്വൻസിയാണ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുക, ഏത് കേൾക്കുന്നില്ല, അതൊക്കെ പറഞ്ഞു കൊടുത്തു കഴിയുമ്പം അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും. ഈ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ചെവി വെച്ച് പാട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഈക്വലൈസർ ഭയങ്കര മോശമാണ്. അതായത്
ഇങ്ങനെയാണ് ഒരു ഇക്വലൈസർ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇവർ. ഇതിൽ ഇങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുന്നത്. കണ്ടോ? ഇതെന്ത് ഇക്വലൈസറാണെന്ന് എനിക്കറിയത്തില്ല. 3 ബാൻഡാണ്, മിഡ്, ട്രിബിള്, ബേസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ കസ്റ്റമിലിട്ടിട്ട് എല്ലാം 0 ആക്കി വെച്ചേക്കുക. ഇതിൻ്റെ ഫ്ലാറ്റ് പ്രൊഫൈലിൽ തന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്. ഞാനിതിപ്പം എന്തിലോട്ടേലും മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ശോകമാട്ടോ. ഈ പോപ്പ്, റോക്ക്, ഇലക്ട്രോണിക്, എൻഹാൻസ് വോക്കൽസ്, ക്ലാസിക്കൽ എന്നൊക്കെ പറഞ്ഞ് കുറേ ഓപ്ഷൻ ഉണ്ട്. എല്ലാം പൊട്ടയാണ്. ആകെ റോക്ക് മാത്രം പിന്നെയും കുഴപ്പമില്ല. പക്ഷേ ഞാൻ കസ്റ്റമിലിട്ടിട്ട് എല്ലാം 0 ഫ്ലാറ്റാക്കി ഇടുക. പിന്നെ ഇതിൽ കുറച്ച് കൺട്രോൾസ് ഉണ്ട്, സെയിം ആസ് എയർപോഡ്സ്. ഡബിൾ ടാപ്പ് എന്ന് പറയുന്നത് സ്കിപ്പ് ഫോർവേഡാണ്. ട്രിപ്പിൾ ടാപ്പ് എന്ന് പറയുന്നത് സ്കിപ്പ് ബാക്ക്വേഡാണ്, അല്ലെങ്കിൽ കോൾ ഹാങ് അപ്പ് ചെയ്യാനാണ്. ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുന്നത് നോയിസ് കൺട്രോൾ, അതായത് നമ്മുടെ ട്രാൻസ്പെറൻസി ആണോ നോയിസ് ക്യാൻസലേഷൻ വേണോ എന്നുള്ള ഈ 2 മോഡിലേക്ക് ടൂകളാവുള്ളൂ കേട്ടോ. ഐ മീൻ ഓഫ് എന്നുള്ള ഓപ്ഷനിലേക്ക് വരത്തില്ല. ഒന്നെങ്കിൽ ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ നോയിസ് ക്യാൻസലേഷൻ, അത് രണ്ടും നമുക്ക് ടൂൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എയർപോഡ്സിൽ അങ്ങനെയല്ല, 3 ഓപ്ഷൻ നമുക്ക് ടൂൾ ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ ഡബിൾ ടാപ്പ് ആൻഡ് ഹോൾഡിൽ ഇപ്പോൾ സ്റ്റോക്കായിട്ടിരിക്കുന്നത് വോയിസ് അസിസ്റ്റൻസ് ആണ്. അപ്പോൾ വോയിസ് അസിസ്റ്റൻസ് ഞാൻ ഉപയോഗിക്കാറില്ല, പക്ഷേ ഇടയ്ക്ക് തന്നെ ഓണാവും. പിന്നെ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചില സമയം പാട്ട് കേട്ടോണ്ടിരിക്കുക, കുറച്ച് നേരം 20-30 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ ചെവിയൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ആകുമല്ലോ, ഇങ്ങനെ സംസാരിക്കുമോ അല്ലെങ്കിൽ ഇതൊക്കെ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ആവും ചെവിയിലെ ഫിറ്റ്നസ്. ആ സമയത്ത് തന്നെ പോസാവും. പാട്ട് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് അത് പോസായി പോകും. അതാണ് എനിക്ക് തോന്നിയ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞ് കാര്യം. പിന്നെ ഇത് ഫോണിൽ പോയിട്ട് നമ്മൾ പ്ലേ ചെയ്യണം, അല്ലെങ്കിൽ വാച്ചുണ്ടെങ്കിൽ വാച്ചിങ് ചെയ്യാം. പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ പോസായി പോകുന്നൊരു ഇഷ്യൂ. അത് ജിമ്മിൽ പോയ സമയത്താണ് ഏറ്റവും കൂടുതൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. അല്ലാത്ത സമയത്തൊക്കെ ഒരു 1 ടൈം നിങ്ങൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് പോസായാലും 1 ടൈം നിങ്ങൾ പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആയിക്കോളും. പിന്നെ നിങ്ങൾ ബാറ്ററിയുടെ വിഡ്ജറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ. ഇത് കൂടുതലും ഞാനൊരു EDM, ഹിപ്പ് ഹോപ്പ്, റോക്ക് കേൾക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് റെക്കമെൻഡ് ചെയ്യുക. കുറച്ചുകൂടി ബേസ് ഹെവി ആയിട്ടുള്ള മ്യൂസിക് കേൾക്കുന്ന ആൾക്കാർക്ക് നോർമലും കേൾക്കാം. കുറച്ച് ബേസ് എൻഹാൻസ്മെൻറ്റ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇത് നോക്കാം. ഒരു ബേസ് ഹെവി ആയിട്ടുള്ള, ബേസ് ഹെവി എന്ന് പറയുമ്പം എല്ലാവരും വിചാരിക്കുന്നത് ഭയങ്കര മുഴക്കം, അങ്ങനെയല്ല കേട്ടോ. ഈ ബേസ് എന്ന് പറയുന്നത് ക്ലീൻ ബേസാണ്. അത്യാവശ്യം നല്ല കുറേ ഹെഡ്ഫോൺസും ഇയർപോഡ്സും അല്ലെങ്കിൽ ഇന്നിയറൊക്കെ കേട്ടിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാനത് പറയുന്നത്. കാര്യം ഈ ഒരു 2500 രൂപയ്ക്ക് ഈ ഒരു സാധനം മുതലാണ്. നല്ല ക്വാളിറ്റിയാണ്, നല്ല ബേസാണ്, കിടില ANC ആണ്. ഞാൻ എയർപോഡ്സ് കൊടുക്കാൻ തന്നെ കാരണം ഇത് വാങ്ങിച്ചുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത്. ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് നത്തിങ് TMFൻ്റെ ഇതിൽ ഇറക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത് എന്നെ ആപ്പിളിൽ നിന്ന് മാറ്റി വേറെ ഏതെങ്കിലും ഒരു ബഡ്സോ അല്ലെങ്കിൽ ഇയർഫോൺസോ ഒക്കെ ട്രൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു. കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു വിശ്വാസം തന്നു, ആപ്പിൾ മാത്രമല്ല ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് എനിക്ക് ബോധ്യമായി. അപ്പോൾ ഇനി നിങ്ങൾ ആപ്പിൾ പ്രൊഡക്ട്സ് ആണെങ്കിൽ, നിങ്ങൾ ഐഫോൺ ഉപയോഗിക്കുന്നെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്ട്സ് വാങ്ങിച്ച് ഉപയോഗിക്കാം. കാര്യം ഇതിന് ആപ്പിളുമായിട്ടും സപ്പോർട്ടുണ്ട്. ഇവരുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, പെട്ടെന്ന് തന്നെ ചാർജ് ആവുന്നുണ്ട്. ഞാൻ ഒരു 20 മിനിറ്റ്സ് ഒക്കെ കൊണ്ട് അത്യാവശ്യം നല്ല ചാർജ് ആവുന്നുണ്ട്. പിന്നെ നല്ല ബാക്കപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെപ്പറ്റി അത്ര വറീഡില്ല. ഞാൻ എപ്പോൾ ഈ സാധനം, ഞാനിത് വല്ലപ്പോഴൊക്കെയാണ് ചാർജ് ചെയ്യുന്നത്. ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ കേസിൽ ചാർജ് ഹോൾഡ് ചെയ്യും. ഒരിക്കലും ഞാൻ പാട്ടൊക്കെ എടുക്കുമ്പോൾ അത് ഓഫായിരുന്നിട്ടില്ല. പക്ഷേ എയർപോഡ്സിൻ്റെ കേസിൽ അങ്ങനെയല്ല. ഞാൻ പലപ്പോഴും ഈ സാധനം എടുത്ത് ചെവി വെച്ച് കഴിയുമ്പോഴായിരിക്കും ബാറ്ററി ലോ അല്ലെങ്കിൽ ഇത് ഓഫായിരിക്കും. അതൊക്കെ നമുക്ക് ചില സമയം ദേഷ്യം വരും. അങ്ങനെയുള്ള ഒരു സീനും എനിക്ക് ഇതിനകത്ത് കിട്ടിയിട്ടില്ല. ആ ഒരു കാര്യത്തിലൊക്കെ ഇത് അടിപൊളിയാണ്. ഇതിന് മേളിലൊരു പ്രോ എന്ന് പറയുന്ന മോഡലും കൂടെ ഉണ്ട്. വന്നിട്ട് ഈ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു സ്ലൈഡറിൽ. സോ അതിൻ്റെ ആവശ്യം എനിക്ക് തോന്നിയില്ല. അതൊക്കെ ഒരു ഗിമിക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഉദ്ദേശം പാട്ട് കേൾക്കുക എന്നുള്ളതാണല്ലോ. അത്യാവശ്യം കൺട്രോൾ ചെയ്യാൻ ഫോണും ഉണ്ട്. പിന്നെ കേസിൽ ഇങ്ങനത്തെ ഫീച്ചറൊക്കെ ഉണ്ട്. ഒരു ഇന്നോവേഷനായിട്ട് ഓക്കെ. എനിക്ക് അങ്ങനെയുള്ളതൊന്നും ഒരു ഫീച്ചറായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഓരോ ആൾക്കാരുടെ ഇഷ്ടം. പക്ഷേ എനിക്കെന്തായാലും ജസ്റ്റ് ഒരു ഹെഡ്ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ ഇയർഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയാണ്, അതിൻ്റെ ANC എങ്ങനെയാണ്, അതിൻ്റെ കണക്ടിവിറ്റി എങ്ങനെയാണ്. കണക്ടിവിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, കണക്ടിവിറ്റി ഭയങ്കര ഫാസ്റ്റാണ്. ജസ്റ്റ് കേസിൽ നിന്ന് എടുത്ത് ചെവിയിലോട്ട് വെക്കുമ്പോഴേക്കും തന്നെ കണക്റ്റഡ് ആയിരിക്കും. ഡിലേ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഞാനിത് വെച്ച് ഗെയിമൊന്നും കളിക്കാറില്ല. അതുകൊണ്ട് എനിക്ക് ഗെയിമിംഗ് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. പക്ഷേ എൻ്റെ ലോ ലേറ്റൻസി മോഡുണ്ട്. ആ ലോ ലേറ്റൻസി മോഡ് ടൂൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേറ്റൻസി ഇല്ലാതെ വർക്ക് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. ഒരു ഗെയിമിംഗ് ലെവലിൽ ഇത് എന്തോരം ബാക്കപ്പ് കിട്ടും കാര്യങ്ങളൊന്നും ഇതിനെ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല. കാര്യം ഞാൻ ഗെയിം കളിക്കുന്നത് ഈ ഒരു ബഡ്സ് വെച്ചിട്ടല്ല. പക്ഷേ സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിലും ബാറ്ററിയുടെ കാര്യത്തിലും ANCയുടെ കാര്യത്തിലും ഒക്കെ
ഞാൻ 100% ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമല്ല. ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. ഇത്രയും പൈസയേ ഉള്ളൂ, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇറക്കിയ CMF നത്തിങ്ങിനും ഞാൻ താങ്ക്സ് പറയുന്നു. ഈ ഒരു റേഞ്ചിൽ ഞാൻ ഇയർഫോൺസ് കണ്ടിട്ടില്ല അത്രയും പെർഫോമൻസ് ഉള്ളത്. എൻ്റെ എക്സ്പീരിയൻസിൽ ഇതൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. നിങ്ങൾക്കും ധൈര്യമായിട്ട് വാങ്ങിക്കാം. പിന്നെ ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇതിന് ബേസിനാണ് പ്രയോറിറ്റി. ഞാനിപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയപ്പോഴും ഇത് ചെവി വെച്ച് കേട്ട് നോക്കി. നിങ്ങൾക്ക് നല്ല സീലിംഗ് ഉണ്ടെങ്കിൽ ഒന്നും അറിയില്ല. പക്ഷെ എന്നാലും പിൻ ഡ്രോപ്പ് സൈലൻസ് ഒന്നുമല്ല. ചെറുതായിട്ട് നിങ്ങൾക്ക് ഹൈസിൽ സംസാരിക്കുന്നത് കേൾക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാം. ഇതെനിക്ക് സ്പോൺസേർഡ് ഒന്നുമല്ല, ഞാൻ എൻ്റെ സ്വന്തം ആവശ്യത്തിന് വാങ്ങിച്ചതാണ്. ഇതുപോലെ മുന്നോട്ടും കൂടുതൽ ഓഡിയോ റിലേറ്റഡ് റിവ്യൂസ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇല്ലെങ്കിൽ ഇത് വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.